രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒന്ന്, ഒത്തിരി പേരെന്നോട് മെസ്സേജ് അയച്ച് ഫുഡിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു. അതായത് ബൾക്കിങ്ങിന് വണ്ണം വെക്കാനൊക്കെ ആയിട്ടുള്ള ഫുഡ്, ഓഫ് സീസണിൽ എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയാം. രാവിലത്തെ എൻ്റെ മീലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്കൂപ്പ് വേവ് പോകും. പിന്നെ ജിമ്മിൽ കൊണ്ടിരുന്ന മീലാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആപ്പിളും പ്രോട്ടീൻ ഓട്സും പിന്നെ ഡേറ്റ്സും നമ്മുടെ മറ്റേ കുറച്ച് ഉണക്കമുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു മീലാണ്. അത് ഒരു സ്കൂപ്പ് വേയ്ക്കകത്തുനിന്ന് കുറച്ച് അതിന് തൊഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് അതാണ് രാവിലത്തെ മീല്. പിന്നെ ചിലപ്പം ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്തുകൊണ്ട് വരും, അതും ഇടയ്ക്കൊരു മീലെടുക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള മീലാണ്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് രാവിലെ ചിലപ്പം ഇഡലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ദോശയായിരിക്കാം, അല്ലെങ്കിൽ പുട്ടായിരിക്കും, ചപ്പാത്തി, അല്ലെങ്കിൽ ചോറായിരിക്കും. അപ്പം ഇഡലിയാണെങ്കിൽ ഒരു 5 ഇഡലി, അപ്പം ആണെങ്കിൽ ഒരു 5 എണ്ണം, പുട്ടാണെങ്കിൽ ഒരു 1.5, അങ്ങനെ പുട്ട് ഒരു 1.5 കുറ്റി പുട്ട് അങ്ങനെ കഴിക്കും. പിന്നെ ഒരു 4 ഫുൾ എഗ്ഗ് കഴിക്കും. അത് ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗത്തെ ഫസ്റ്റ് മീൽ കഴിഞ്ഞുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ട് അതെടുക്കും. പിന്നെ ഉച്ചയ്ക്കത്തെ മീലിന് മുമ്പ് റിപ്പീറ്റ് ഒന്നുകൂടെ കഴിക്കും. അത് ചിലപ്പോൾ ആ രാവിലത്തെ ഫുഡ് തന്നെയായിരിക്കും പോകുന്നത്. ദോശയോ ഇഡലിയോ പുട്ടോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് പിന്നെ ചോറുണ്ണും. ചോറ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മീൻകറി കാണും, ഇല്ലെങ്കിൽ അത് വീണ്ടും മുട്ട കാണും, ചിക്കൻ കാണും. അങ്ങനെ ഉള്ളത് എന്താണോ അത് ഉച്ചയ്ക്ക് കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒരു മീലൂടെ എടുക്കും ജിമ്മിൽ പോരുന്നതിന് മുമ്പ്. ആ ഒരു മീല് ചിലപ്പോൾ ചോറായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ റിപ്പീറ്റ് അപ്പമോ അല്ലെങ്കിൽ ഇഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ജിമ്മിൽ കഴിക്കാൻ കൊണ്ടുപോരുന്നത് ഏത്തപ്പഴമായിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഇഡലി ഒന്നും എടുക്കില്ല, അതിന് ചമ്മന്തി അതുമൊക്കെ എടുത്തുകൊണ്ട് വരണ്ടേ. ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പോഴത്തേക്ക് ചുരുട്ടി പിടിച്ച് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടയില്ലേ കൊഴുക്കട്ട, അതെടുത്തുകൊണ്ട് വരാറുണ്ട്. പിന്നെ വീറ്റ് ബ്രെഡ് വാങ്ങാറുണ്ട്. ഞാൻ ഈ ബൾക്കിങ്ങിനായിട്ട് അങ്ങനെ ഒത്തിരി പൈസ മുടക്കി എടുക്കുമല്ലോ കേട്ടോ. വലിയ ചിലവില്ലാതുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം വീട്ടിലുള്ള ഭക്ഷണം തന്നെയാണ് മാക്സിമം കഴിക്കുന്നത്, ഇഡലി ദോശ ചോറ്. അപ്പം നമ്മൾ ഈ വലിച്ചു വാരി ഒറ്റ ഇരിപ്പിന് കഴിക്കാതെ പല മീലായിട്ട് കഴിക്കണം. ഫസ്റ്റ് ഒരു മീല് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു മീലെടുക്കുക, പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുക, ഉച്ച കഴിഞ്ഞൊരു മീലെടുക്കുക, വൈകുന്നേരം കഴിക്കുക, വൈകിട്ട് കഴിക്കുക. അപ്പം നമ്മൾ ഓവറായിട്ട് ഓയിലായിട്ടുള്ള ഫുഡും ഒത്തിരി മധുരമായിട്ടും ഡെയിലി കഴിച്ചു പോകാതിരുന്നാൽ മതി. മനസ്സിലായി? അതായത് ഒത്തിരി ഓയിലി ഫുഡും ഓവറായിട്ട് മധുരവും ഡെയിലി ഫുഡിൽ ആഡായി പോകല്ലോ. മധുരം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഷുഗർ കട്ട് അല്ലെങ്കിൽ എന്നാ പറഞ്ഞാൽ സോഡിയം കട്ട് ചെയ്യുന്നത്, വാട്ടർ കട്ട്, അങ്ങനെയുള്ള കാര്യം. വേറൊന്നും അല്ലത് പറയാൻ കാര്യം, നമ്മളിപ്പോൾ ജിമ്മിൽ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, അഡ്മിഷൻ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് പുതിയ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് അവർ അഡ്മിഷൻ എടുത്തിട്ട് ചോദിക്കുന്നത്, ആശാനെ ഞങ്ങളെന്നാ ഷുഗർ കട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞങ്ങൾ സോഡിയം കട്ട് ചെയ്യണോ, വാട്ടറൊക്കെ കട്ട് ചെയ്യുന്നപ്പോഴാണ് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്യുന്ന എന്തോ ഭയങ്കര ഒരു ഗമയുള്ള കാര്യമാണ്. ഞാൻ ഷുഗർ കട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമാണെന്നുള്ളൊരു വിചാരമാണ്. ഇതിന് ഈ ചുമ്മാ ഷുഗർ കട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ ടൈം പോകുമ്പോൾ, കോമ്പറ്റീഷൻ്റെ പ്രിപ്പറേഷൻ്റെ ടൈമിൽ മാത്രം ഷുഗറൊക്കെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യും. അല്ലാതെ ഓഫ് സീസൺ പോകുമ്പോൾ ഷുഗർ കഴിക്കാതിരിക്കുകയൊന്നും ഇല്ല. ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഭയങ്കര ജിമ്മിൽ സംബന്ധിച്ച് എന്തൊരു ട്രെൻഡാണെന്നുള്ളൊരു വിചാരമാണ് ഞങ്ങൾ ഷുഗർ കട്ടാന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു മധുരമൊക്കെ കഴിക്കാൻ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഷുഗർ കട്ടാന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്നവർ തന്നെ അത് ആ പറയുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യത്തുമില്ല. എന്നിട്ട് പുറത്തൊക്കെ പോയി ഷെയ്ക്ക് കുടിക്കുക, നമ്മളെ കാണുമ്പോൾ മുങ്ങും. അപ്പോൾ ഷുഗർ കട്ടെന്ന് പറയുന്നൊരു കാര്യം ചുമ്മാ നമ്മൾ വേണ്ടല്ലോ. നമുക്ക് ഷുഗർ വേണം, ബ്ലഡ് ലെവലിൽ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. ഷുഗറൊക്കെ കുറഞ്ഞു പോയി എവിടെയെങ്കിലേക്ക് ഉരുണ്ട് വീഴും. അപ്പോൾ ഈ പറയുന്ന രീതിക്ക് ആർക്ക് ഷുഗർ കട്ട് ചെയ്യാനും പറ്റത്തൊന്നുമില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്തൊക്കെ ഷുഗർ അല്പം ഉണ്ട്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഒഴിവാക്കാൻ നോക്കിയാലും ചില ഭക്ഷണത്തിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഷുഗർ കട്ട് എന്നുള്ള സംഭവം ഒരു ഭയങ്കര ജിമ്മിൽ വരുന്നവരെല്ലാം ചെയ്യണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളവർക്കായിട്ട് പറയുക, അങ്ങനൊരു സംഭവമൊന്നും ഇല്ല. നമുക്ക് ആവശ്യത്തിന് മധുരമൊക്കെ കഴിക്കണം. മധുരം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പം ഷുഗർ കട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ചുമ്മാ ആവശ്യമില്ലാതെ ഷുഗർ നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അവസാനം മരുന്ന് മേടിച്ച് കഴിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല. ഷുഗർ ആണല്ലോ സോഡിയം ആണല്ലോ എല്ലാം നമ്മൾ വേണ്ട. പിന്നെ ഈ വാട്ടറൊക്കെ കട്ട് ചെയ്യുന്നത് അതൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഓരോ പിള്ളേർ പറയുന്ന സത്യാവസ്ഥ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ അറിയാം, അഡ്മിഷൻ എടുക്കുമ്പോൾ ചോദിക്കുന്നത്, ആശാനെ ഞങ്ങൾ എന്നും പോലെ കട്ട് ചെയ്യണ്ടേ, ഞങ്ങൾ ഡയറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്യട്ടെ, ആകെപ്പാടെ ആ ഒരു 55 കിലോ 60 കിലോ അല്ലേ കാണും. അതിന് കട്ട് ചെയ്താൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കും, എടാ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്,
നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്യും, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ഇവരോട് പറഞ്ഞാലും ചിലപ്പോൾ ഇവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ എന്തെങ്കിലുമൊക്കെ അറ്റവും മുറി കേട്ടിട്ട് വന്നിട്ട് ഇവർ അതാണ് ചിന്തിക്കുന്നത്, ഷുഗർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയ്ക്കണം. ബിഗിനറാന്ന് ഓർക്കണം, അന്ന് അഡ്മിഷൻ എടുക്കുന്ന ആളുകളാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ പറയുന്നത്. അപ്പോൾ ഷുഗറൊക്കെ കട്ട് ചെയ്യുന്നത് ചുമ്മാ രസത്തിനല്ല, ഒരു എന്നാ പറയുന്നത് ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഭയങ്കര ഷുഗർ കട്ടാണ്, നമ്മൾ വലിയ ഒരു എന്നാ പറയുന്നത് ഒരു സ്റ്റൈലിനല്ല ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ ആരെയും കാണിക്കാനോ അല്ലെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല. പുതിയ പിള്ളേരോട് കേട്ടോ, അഡ്മിഷൻ എടുക്കാൻ വരുമ്പം ചോദ്യം കേൾക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ എന്നു പോലെ ഷുഗർ കട്ട് ചെയ്യേണ്ടത്, ഞങ്ങൾ വെള്ളം കുടിക്കാതിരിക്കണോ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആദ്യം ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3-4 മാസം നല്ല വൃത്തിക്ക് വർക്കൗട്ട് പഠിച്ചെടുക്കുക, ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ.